ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പിടിമുറുക്കാൻ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോയുമായി എത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി 21 ഇടങ്ങളിലാണ് ഒരേ സമയം ED പരിശോധന നടത്തിയത്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, N ബാസു എന്നിവരുടെ വീടുകളിലടക്കം റെയ്ഡ് ഇപ്പോഴും തുടരുകയുമാണ്. പ്രധാന പ്രതിയും തന്ത്രിയുമായ താഴമൺ കണ്ഠരര് രാജീവരുടെ വീട് ഒഴിവാക്കിയാണ് ED പരിശോധനയെന്നതും ശ്രദ്ധേയമാണ്. UDF ഭരണകാലത്തെ വാജിവാഹന കൈമാറ്റം, കുടിമരം മാറ്റൽ തുടങ്ങിയ കാര്യങ്ങളും EDയുടെ അന്വേഷണ പരിധിയിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സന്നിധാനത്ത് SITയും കഴിഞ്ഞ 20 വർഷത്തെ ഇടപാടുകളുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ സീനിലേക്ക് ED കൂടെ എത്തുന്നതോടെ നെഞ്ചിടിപ്പ് കൂടുന്നത് ആർക്കെല്ലാമാണ്? കാണാം RDX റാപ്പ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം വിപുലീകരിച്ചതിനിടെയാണ് EDയുടെ നിർണായക നീക്കം. സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ വ്യാപ്തി കണ്ടെത്തുന്നതിനാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലെ റെയ്ഡെന്നാണ് EDയുടെ വിശദീകരണം. ഉണ്ണികൃഷ്ണൻ പോറ്റി, N വാസു അടക്കമുള്ള പ്രധാന പ്രതികളുടെ വീടുകളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനമടക്കം 5 ഇടങ്ങളിലാണ് തിരുവനന്തപുരത്തെ പരിശോധന. രാവിലെ 7 മണിക്ക് ആരംഭിച്ച EDയുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പത്തനംതിട്ട ആറന്മുളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാറിന്റെ വീട്ടിലെ ED റെയ്ഡ് 10 മണിക്കൂറിലധികം നീണ്ടു. പരിശോധനയ്ക്ക് മുൻപ് തന്നെ പത്തനംതിട്ടയിലെത്തി പത്മകുമാറിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. എറണാകുളം ജില്ലയിൽ 2 ഇടങ്ങളിലായിരുന്നു EDയുടെ പരിശോധന. UDF ഭരണകാലത്ത് വാജിവാഹന കൈമാറ്റം ഉൾപ്പെടെ EDയുടെ പരിശോധനാ പരിധിയിലുണ്ട്. ശബരിമലയിൽ നടന്ന മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളുടെയും അഴിമതികളുടെയും വിവരങ്ങളും അന്വേഷിക്കുമെന്നാണ് EDയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. ഹർജിയിൽ കോടതി നാളെ വിധി പറയും. RDX റാപ്പ് ന്യൂസ് മലയാളം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ EDയുടെ വരവ് സംശയാസ്പദമാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നായിരുന്നു B ശിവൻകുട്ടി പറഞ്ഞത്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷ നേതാവിന് പഴയ ആവേശം കാണുന്നില്ലല്ലോ എന്ന് MB രാജേഷ് പരിഹസിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വാജിവാഹന വിഷയം ഉയർത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ ആരോപിച്ചു. കാണാമല്ല. SITയുടെ അന്വേഷണം തൃപ്തികരമായി പോകുന്നെന്ന് കോടതി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ കൂടി ED വരുന്നതിൻ്റെ ഉദ്ദേശം പലർക്കും സംശയിച്ചുകൂടി കാണുന്നത്. അത് മാത്രമല്ല, ചിലയിടത്ത് വിവേചനാപരമായ സമീപനം കാണിക്കുകയും ചെയ്തു. റെഡിയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരണ്ടേ? ഉപ്പ് തിന്നവർ എല്ലാവരും വെള്ളം കുടിക്കും എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ കുറ്റം ചെയ്തിട്ടുള്ളവർ ഉണ്ടോ, ആരെല്ലാം ശബരിമലയിൽ നിന്ന് മോഷണം നടത്തിയിട്ടുണ്ടോ അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പഴയ വീറും വാശി ഉത്സാഹമൊന്നും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കൾക്കും കാണാത്തതെന്താ? അവർക്കൊരു ഉൾക്കിടിലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 20 കൊല്ലം മുമ്പുള്ള UDFന്റെ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വരുന്നു എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ പഴയ വീറും വാശിയും ശബരിമലയുടെ കാര്യത്തിൽ ഇല്ലാത്തത്. അതുകൊണ്ടാണ് പതുക്കെ പിന്നാക്കം പോകുന്നത്. ഇപ്പം നടന്ന സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധ്വജത്തിൻ്റെ കാര്യവും വാജിവാഹനമൊക്കെ പറഞ്ഞത്. അതെല്ലാം കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിൽ നിയമപരമായി താന്ത്രിക വിധിപ്രകാരം നടന്നിട്ടുള്ളതാണെന്ന് തെളിഞ്ഞ് ഇതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ട 3 പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിൽ കിടക്കാം. അവർക്കെതിരെ നടപടി പോലും എടുക്കുന്നില്ല. നടപടിയെടുക്കാൻ പേടിയാണ്. മറ്റ് വിശദാംശങ്ങൾ, വിവരങ്ങൾ ഇതാണ്. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ 21 3 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ചാണ് ED പരിശോധന ഈ പേരിൽ നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കും എന്നതാണ് നമ്മൾ അറിയുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ വ്യാപ്തി കണ്ടെത്താനുള്ള നീക്കമാണ് ED നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശബരിമലയിലെ മറ്റ് ക്രമക്കേടും വാജിവാഹന കൈമാറ്റവും ഉൾപ്പെടെ എല്ലാം അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് അറിയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും EDയുടെ പരിശോധന ഇന്ന് നടന്നു. പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ മാത്രം പരിശോധന നടത്തുന്നില്ല എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കൗതുകം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സന്നിധാനത്ത് SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തുടരുന്ന പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സ്വർണ്ണ തിരിമറി സംബന്ധിച്ച് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് സംഘത്തിൻ്റെ ഈ പരിശോധനയുടെ ലക്ഷ്യം. ശ്രീകോവിലിൻ്റെ പഴയ വാതിൽപ്പാളികളും പ്രഭാമണ്ഡലവും സംഘം പരിശോധിക്കുന്നുണ്ട്. പഴയ വാതിലിലെ സ്വർണത്തിൻ്റെ അളവ്, ഗുണനിലവാരം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിക്കുകയാണ് അവർ ചെയ്യുക. കുടിമരത്തിൻ്റെ പഞ്ചവർഗ തറയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികളും പരിശോധിക്കും. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും SIT പരിശോധന നടത്തുകയാണ് എന്ന് നമ്മൾ അറിയുന്നു. അവിടെ പരിശോധന തുടരുകയാണ്. ചിലയിടങ്ങളിൽ റെയ്ഡും തുടരുകയാണ്. ഈ തന്ത്രിയുടെ വീട്ടിൽ പോയില്ല എന്നതൊഴിച്ചാൽ ബാക്കി 21 ED പോയി. ED അന്വേഷിക്കാൻ വേണ്ടി വരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിന് മുന്നോടിയായിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരല്പം ഒരു
ഒന്ന് സംശയിക്കുന്ന ആൾക്ക് സംശയിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ വി എൻ വാസവൻ പറയുകയും ചെയ്തു. എങ്ങനെയാണ് കാണുന്നത്? SITയുടെ അന്വേഷണം നമ്മുടെ മുന്നിലുണ്ട്. SITയുടെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിച്ചതെന്നുള്ളതിൻ്റെ സൂക്ഷ്മ വിവരങ്ങൾ നമ്മുടെ കയ്യിലില്ല. അതായത് എന്തൊക്കെയാണ് അവർ കണ്ടെത്തിയത്, എങ്ങനെയാണ് ഈ അറസ്റ്റുകളിലേക്ക് പോയത് എന്നൊക്കെ ആ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് മുന്നിൽ അതെങ്ങനെയാണ് പതുക്കെ ഈ ഓരോരുത്തരിലേക്കും എത്തിപ്പെട്ടത് എന്നുള്ളത് ഓരോ ചോദ്യം ചെയ്യലുകളിലൂടെയും ഓരോ അറസ്റ്റുകളിലൂടെയും നമുക്ക് വ്യക്തമാണ്. 21 സ്ഥലത്തേക്ക് ആരാണ് പോയത്? ഈ 21 ഇടത്തേക്കും SIT എത്തുകയായിരുന്നു. ഏത് ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് 21 സ്ഥലത്തെക്കുറിച്ച് SITക്ക് ഒരു അറിവും ഉണ്ടാവില്ലല്ലോ. കേരളത്തിൽ ഏതെങ്കിലും ഏജൻസിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറിവുണ്ടാവില്ല. പക്ഷേ ഒരിടത്ത് നിന്ന് ആ അന്വേഷണം ആരംഭിക്കുന്നു. ഘട്ടം ഘട്ടമായി അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് നീങ്ങുന്നു. ഹൈക്കോടതി നിരന്തരം നിരീക്ഷണത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടയ്ക്ക് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അറസ്റ്റിലാവുന്നു, അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറസ്റ്റിലാവുന്നു, ഉദ്യോഗസ്ഥർ അറസ്റ്റിലാവുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ സംഭവിക്കുകയാണ്. അതുപോലെ ഈ സ്വർണ്ണ വ്യാപാരികൾ അറസ്റ്റിലാവുന്നു, അവസാനം തന്ത്രി വരെ അറസ്റ്റിലാവുന്നു. അവിടെ വരെ എത്തിക്കഴിയുമ്പോഴാണ് ഹൈക്കോടതി, ഇതിനിടയ്ക്ക് വേറെ പലതും സംഭവിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇത് ശരിയല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് ഇതിനെ നിരീക്ഷിക്കുന്ന കോടതി ഇതിൻ്റെ ശരിയായ ദിശയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് വിലയിരുത്തുകയും അന്വേഷണത്തെ ശ്ലാഘിക്കുകയും ഉദ്യോഗസ്ഥരെ ശ്ലാഘിക്കുകയും ചെയ്യുന്നതിൽ ആ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നത്. വന്നിട്ട് എന്താ ചെയ്തത്? 21 റെയ്ഡ്. ഏത് SIT കണ്ടുപിടിച്ച 22-ൽ 21 ഒരുമിച്ച് റെയ്ഡ്. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരുമിച്ച് എല്ലായിടത്തൂടെ ഇങ്ങനെ കുറേ പേര് ചെന്ന് കയറുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഈ SITക്ക് ഇതിൽ പോകാൻ ഒരു വഴി അവർ വെട്ടിത്തെളിച്ച് പോയ വഴിയാണ്. അന്വേഷണം കൃത്യമായി ഓരോ കണ്ണികളിൽ നിന്ന് കണ്ണികളിലേക്ക് അവർ അന്വേഷിച്ചെത്തിയതാണ്. ED അങ്ങനെയല്ല. ആ കണ്ട മുഴുവൻ സ്ഥലത്തോടും ഇരച്ചു കയറുന്നു. ഈ ഇതാണ് ഷോ, അല്ലാതെ ഒരു അന്വേഷണമല്ല. ഇത് ഷോയാണ്. മാത്രമല്ല ഇതിലെന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാൻ സംശയിക്കാനേ ഉള്ളൂ എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. അത് വേറൊന്നും കൊണ്ടല്ല, തന്ത്രിയെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ തന്ത്രിയുടെ വീട്ടിലേക്ക് ഇതുപോലെ SIT എത്തിയിട്ടുണ്ട് എന്നും തന്ത്രിയുടെ അറസ്റ്റ് അടക്കം തടയാൻ ഹൈക്കോടതി, അല്ലെങ്കിൽ തന്ത്രിയുടെ അറസ്റ്റിനെ അടക്കം ഹൈക്കോടതി ശരിയായ ഗതിയിലുള്ള അന്വേഷണമായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് എന്നതും വസ്തുതയായി നമുക്ക് മുന്നിൽ നിൽക്കെ ഇവർ തന്ത്രിയെ കണ്ടില്ല. ബാക്കി മുഴുവൻ പേരെയും കണ്ടു, തന്ത്രിയെ മാത്രം കണ്ടിട്ടില്ല ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അതിൽ പരം ഈ കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അവിശ്വസിക്കേണ്ടതായ മറ്റെന്തെങ്കിലും കാര്യം വേണ്ടതുണ്ടോ? ആ കാര്യമില്ല. അതുമാത്രമല്ല, ഇത് ഏതെങ്കിലുമൊക്കെ കേസുകൾ ഈ മട്ടിൽ നടക്കുമ്പം ഇത് സ്ഥിരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ രീതിയിൽ കേസുകളിൽ ഇടപെട്ട് കുളമാക്കുന്നതാണ് എന്ന വിമർശനം പണ്ടേ ഉണ്ട്. ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില വിമർശനങ്ങൾ ഇതേക്കുറിച്ച് വിവിധ കോടതികൾ ഉന്നയിച്ചിട്ടുമുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതൊന്നേ ഉള്ളൂ. നേരത്തെ ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം ക്ലിഫ് ഹൗസിലേക്ക് പോയി എന്ന പോലെ ഇനി അരവണ പാത്രത്തിൽ സ്വർണം ക്ലിഫ് ഹൗസിലേക്ക് പോയി എന്നുള്ള ഒരു സംഗതി കൂടിയേ വരാനുള്ളൂ. അത് വയ്യാതെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിശ്ചയമായിട്ടും ഇതിനകത്ത് ഹർഷം പറഞ്ഞിട്ടാണ് അതിൻ്റെ കാര്യം. അതായത് ഒന്ന്, ഈ ED പരിശോധിക്കോട്ടെ, ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാകുന്ന സത്യം പുറത്തു വരണം എന്നുള്ളതാണല്ലോ നമ്മുടെ കാര്യം. ഇതിനകത്ത് ED യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം എന്ന നിലയിൽ നിന്ന് മാറിയിട്ട്, അതായത് ഒരു പോലീസ് അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന പോലീസ് അത്തരം ഉദ്യോഗസ്ഥരോട് മാറിയിട്ട് നമ്മൾ മാധ്യമപ്രവർത്തകരോടാണ് EDക്ക് കുറേ കൂടെ ചർച്ച. അതായത് അന്വേഷണം നടത്തുക എന്ന് വെച്ചാൽ അന്വേഷണം നടത്തുക, സുഘടിതമായിട്ട് മുന്നോട്ട് പോയിട്ട് സത്യം വെളിവാക്കുക, എന്നിട്ട് കുറ്റം ചെയ്ത ആളുകളെ ശിക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കാര്യം. യഥാർത്ഥത്തിൽ ED നമ്മുടെ നാട്ടിൽ കുറേ കാലമായിട്ട് ചെയ്യുന്നത് അതല്ലല്ലോ. മറിച്ച് എന്താണ്? വാർത്തകൾ ഉണ്ടാക്കുക, വാർത്തകൾ ശേഖരിക്കുക, വാർത്തകൾ നാട്ടുകാരെ അറിയിക്കുക എന്ന നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി ഉണ്ടല്ലോ, ആ ഡ്യൂട്ടിയുടെ കാര്യമാണ് ED യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നാൽ അത് നമ്മൾ ചെയ്യുന്ന പോലെ വൃത്തിയായിട്ട് അവർ ചെയ്യുന്നില്ല. അവർ വാർത്തയുമായിട്ടാണ്, വാർത്തകൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് EDക്ക് എല്ലാ കാലത്തും ചർച്ച. ഉദാഹരണത്തിന് നോക്കൂ, നമ്മളീ പറയുന്ന ഖുറാൻ വഴി സ്വർണം കടത്തി, ഈന്തപ്പഴം വഴി സ്വർണം കടത്തി. ഇത് നാട്ടിൽ 2 പേരാണ് ഈ വാർത്ത എന്ന സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് മാധ്യമങ്ങൾ, അത് നമ്മുടെ ജോലിയാണ്. കാരണം ഒരു നാട്ടിലൊരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക വലിയൊരു അന്വേഷണ സംഘം വന്ന് പരിശോധിക്കുകയും ഒരു സംഗതി ഉണ്ടായാൽ അത് ഇന്നതൊക്കെയാണ് നടക്കുന്നത് നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. മാധ്യമപ്രവർത്തകരോട് ശരിയായ മതം ചെയ്യേണ്ടുന്ന പരിപാടിയാണത്. എന്നാൽ EDയോ ഇത് വാർത്തമായിട്ട് അവസാനിക്കുന്നതോടുകൂടി വാർത്ത ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ മന്ത്രിയെ വിളിച്ചു വരുത്തുകയാണ്, ഞങ്ങൾ ആ പരിശോധന നടത്തുകയാണ്, ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്, KT ജലീൽ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കൊടുക്കുക എന്നതല്ലാതെ അന്വേഷണം എന്ന പാർട്ടിലേക്ക് പോയിട്ട് അവരെന്താ കണ്ടെത്തിയിരിക്കുന്നത്? എന്തെങ്കിലും ഈ നാട്ടിൽ തെളിഞ്ഞോ? എന്തെങ്കിലും തട്ടിപ്പുണ്ടായതായിട്ട് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടോ? അങ്ങനെ തട്ടിപ്പ് നടത്തിയ ആളുകളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ അവർക്ക് പറ്റിയോ? ഇല്ല.
എന്നുവെച്ചാൽ അന്വേഷണ സംഘം എന്ന് പറയുന്ന ഒരു ആധുനിക ജനാധിപത്യ സംവിധാനത്തിലെ സമൂഹങ്ങളിലെ സംവിധാനങ്ങൾ ചെയ്യുന്ന ഒന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന സംവിധാനം ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. എന്നാൽ ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളിലെ സമൂഹങ്ങളിലുള്ള ഈ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന പരിപാടികളിൽ പലതും ഇവർ ചെയ്തതായിട്ട് വാർത്ത ഉണ്ടാക്കുക, നമ്മൾ വാർത്ത ഉണ്ടാക്കാറില്ല, ഇവർ വാർത്ത ഉണ്ടാക്കുക എന്ന സംഗതി ചെയ്തു എന്നത് വസ്തുതയാണ്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളെടുത്ത് കണക്ക് വേണമെങ്കിൽ കഴിഞ്ഞ RDXകൾ എടുത്തെടുത്ത് ഇപ്പോൾ വായിക്കാം. അതായത് അവരുടെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണ്, അതായത് അവരെത്രയാണ് ഈ കൺവിക്ഷൻ റേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ 100 കേസുകൾ എടുത്താൽ ഒരു കേസ് പോലും തെളിയുന്നില്ല എന്ന കണക്കുകൾ നമ്മുടെ കൈവശമുണ്ട്. അത് വേണമെങ്കിൽ വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അന്വേഷണം നടത്തുക, സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് കടത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് ചെയ്തിട്ടേയില്ല ഇ ഡി ചെയ്തത് മുഴുവൻ വാർത്തയുണ്ടാക്കുക. അതെന്ത് തരം വാർത്തയാണ് ഹർഷ? അത് ചില ആളുകൾക്ക് മുന്നിൽ ഇങ്ങനെ വണങ്ങി നിൽക്കുന്ന വാർത്തയാണ് എന്നും വലിയ ആക്ഷേപമുണ്ട്. അതാണല്ലോ ഇപ്പോൾ VN വാസവൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് 21 പരിശോധന, തന്ത്രിയുടെ വീട്ടിൽ മാത്രം പരിശോധനയില്ല? എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വൃത്തങ്ങൾ നമ്മളോട് പറയണം. എന്താ ലോജിക്ക്? നമുക്കറിയില്ല. ഈ പറയുന്ന മറ്റ് മനുഷ്യരിൽ നിന്നും മറ്റ് തട്ടിപ്പ് നടത്തിയ ഈ കേസിൽപ്പെട്ട ആളുകളും ആ സംവിധാനങ്ങളിൽ നിന്നും ആ സ്ഥലങ്ങളിൽ നിന്നും ഈ തന്ത്രിയുടെ വീടിനെ വ്യത്യസ്തമാക്കുന്നത് തന്ത്രിക്ക് പൊതുവിലുള്ള ഒരു ആരാധ്യമായിട്ടുള്ള ഒരു പൊസിഷനാണ്, ഒരു ദൈവതുല്യമായിട്ടുള്ള പൊസിഷൻ അവിടെയുണ്ട്. വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. മറ്റെല്ലാം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളാണെങ്കിൽ ഇത് വിശ്വാസപരമായിട്ടുള്ള കുറച്ചുകൂടെ മൂല്യമുള്ളൊരു സംഗതിയാണ്. അവിടേക്ക് ED പോയിട്ടില്ല. അപ്പോൾ നമ്മൾ സാമാന്യമായ ബുദ്ധി വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്തിനാണ് അവിടെ ചെന്ന് വണങ്ങി നിൽക്കുന്നത്? SITക്ക് അങ്ങനെ ഇല്ലല്ലോ, അന്വേഷക സംഘം അങ്ങനെ ഇല്ലല്ലോ, ഹൈക്കോടതി സംവിധാനം നിങ്ങൾ അവിടെയും കൂടെ പരിശോധനയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് EDക്ക് അവിടെ എന്തോ ഒരു തരം വിനയാന്വിത മനോഭാവം? അല്ലെങ്കിൽ 21, 22 ആവണ്ടേ? അതിന് മാത്രം എന്ത് സവിശേഷതയാണുള്ളത്? അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ നീതിദേവത കണ്ണുകെട്ടിയത് എന്നതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് അന്വേഷണം നടത്താനാണ് പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് അവിടെ മാത്രം ഒരു ഒഴിവാക്കൽ? അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരികയാണ്. അപ്പോൾ ഇവർക്ക് ചില ചായ്വുകളും ചാർച്ചകളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. ചിലയിടത്ത് ഇവർ വണങ്ങും, ചിലയിടത്ത് ചില പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട്. രാഷ്ട്രീയമായ താല്പര്യം EDക്ക് ഉണ്ടെന്ന് എല്ലാ തലത്തിലും വലിയ തോതിൽ ആക്ഷേപങ്ങൾ വരികയാണല്ലോ. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെയുള്ള ഉദാഹരണങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അതിൽ ശരിയല്ലേ എന്ന് നമുക്ക് തോന്നും. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടേക്ക് പറന്നിറങ്ങുകയാണ് ഇവർ. 21 ഇങ്ങനെ ആളുകളിങ്ങനെ പറന്നു പോവുകയാണ്. 21 പോകുമ്പോഴും ഇന്ന സ്ഥലത്താണ് പോകുന്നതെന്ന് നമുക്ക് മാധ്യമങ്ങൾക്ക് അറിയാം, വാർത്ത ഉണ്ടാകുന്നുണ്ട്. ഇനി ഇവർ ഇതിനെ കൊണ്ടുപോയിട്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പിന്നിലിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇതിനെ വളച്ചു തിരിച്ച് കൊണ്ടുപോകുമോ എന്ന സംശയമാണ് VN വാസവൻ പ്രകടിപ്പിച്ചത്. അത് CPMൻ്റെയും സർക്കാരിൻ്റെയും ആകെ സംശയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ് ഹർഷ? നമുക്കുണ്ടാകുന്ന നഷ്ടം SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മാതൃഭൂമിയുടെ മനോരമയുടെ എല്ലാം മുൻപേജ് വാർത്ത അതാണല്ലോ. നമ്മളെല്ലാവരും വാർത്ത ഇന്നലെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. ഞാൻ പറയുന്നത് ഇന്നത്തെ പത്രത്തിലെ മാതൃഭൂമി പത്രത്തിലെ വലിയ ലീഡ് വാർത്തയായിട്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാചകമായിട്ട് നമ്മൾ കാണുക, ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തെ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുക. എന്ന് വെച്ചാൽ ഹൈക്കോടതി എന്ന സംവിധാനമാണ് ഈ അന്വേഷണത്തെ കൊണ്ടുപോകുന്ന. ആ അന്വേഷണത്തിൽ അവർക്ക് പരിപൂർണമായ തൃപ്തിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ശബരിമല പോലെ അങ്ങേയറ്റം മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു ആരാധനാലയത്തിൽ ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള വിശ്വാസികളും അവിശ്വാസികളായുള്ള ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഹൈക്കോടതി നേർക്കും നേർ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം ശരിയാവണ്ണം പോകുന്ന അന്വേഷണത്തിൽ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയമായ താല്പര്യങ്ങളാൽ മറ്റും വെച്ച് ഇതിൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചാൽ ഉണ്ടാകാവുന്ന സംഭവം, അവരുടെ ഇതുവരെയുള്ള മുന്നോട്ട് പോക്ക് പല കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം എന്താണെന്ന് വെച്ചാൽ അവർ രാഷ്ട്രീയമായ താല്പര്യത്തിനോട് ഇതിനെ കലക്കും. ഉള്ളതുമില്ലാത്തതുമായ കഥകൾ പല ഭാഗത്തും സംഭ്രമജനകമായിട്ട് വരും. അത് പിന്നീട് അവർക്ക് തെളിയിക്കണമെന്ന് അവർക്ക് ബാധ്യതയുമില്ല. പിന്നീട് തെളിഞ്ഞായിട്ട് ചരിത്രവും ഈ സമീപകാല കേസുകളിലില്ല. മുഖ്യമന്ത്രിയുമായിട്ടും അങ്ങനെ പല വഴിക്കേക്ക് അറിഞ്ഞിട്ട് അതിൻ്റെ ആത്യന്തിക ഫലമാണ് എന്താണ് ഉണ്ടാവുക? ഇത് ആകപ്പാടെ പരന്നു പോവുകയും ഇതിൻ്റെ യഥാർത്ഥ തരത്തിലുള്ള കേസ് എവിടേക്ക് പോകണം, കുറ്റക്കാരായ ആളുകൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ള പിൻ പോയിന്റ് ചെയ്യപ്പെടുന്ന വസ്തുതയിൽ നിന്ന് ഈ സാധനം തെന്നി നീങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് നഷ്ടം? ED ശരിയാവണ്ണം അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? ഈ നാട്ടിലെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാട്ടുകാർക്കുമാണ് നഷ്ടം. അപ്പോൾ ED ശരിയാവണ്ണം അന്വേഷിച്ചാൽ പ്രശ്നങ്ങളില്ല, അത് അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിക്കട്ടെ. പക്ഷേ ED ശരിയാവണ്ണം അന്വേഷിച്ചാലുള്ള ചരിത്രം നമ്മുടെ മുന്നിലില്ല എന്നതാണ്. ഈ ശബരിമലയിൽ ഇന്നലെ വരെ നല്ല നിലക്കാണല്ലോ ഈ അന്വേഷണം പോകുന്നത് എന്ന് ആശ്വസിച്ച നമ്മളെപ്പോലുള്ള ആളുകളെ ബേജാറാക്കുന്ന ഒരു സംഗതിയായിട്ട് ഈ 21 ഈ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഈ പറയുന്ന പരിശോധനാ സംഗതികൾ നടത്തുന്നത്. അവർക്ക് എന്താണ് അതിനകത്ത് കിട്ടുക എന്ന് എനിക്കറിയില്ല. പക്ഷേ 21 പരിശോധന നടത്തി എന്ന സംഗതിയേക്കാൾ ഒരിടത്തെ ഒഴിവാക്കിയിരിക്കുന്നു എന്നതിലെ രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ ഉള്ള ഒരു ചായ്വ് ഒരു അന്വേഷക സംഘത്തിന്, നിഷ്പക്ഷമായ അന്വേഷക സംഘത്തിന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു ചായ്വും ഒരു മാറ്റിവെക്കലും ഉണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് അയ്യോ
ഇത് കുഴപ്പത്തിലേക്ക് പോകുമല്ലോ. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ശരിയാവണ്ണം നടക്കുന്ന അന്വേഷണ സംഘത്തെ പോലും ഇത് കുഴപ്പത്തിലാക്കുമല്ലോ, ആ അന്വേഷണത്തെ പോലും കുഴപ്പത്തിലാക്കുമല്ലോ എന്ന ബേജാറോടെ വേവലാതിയോടെ നമ്മൾ ഈ സംഭവങ്ങളെ നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഒരു ഒറ്റ കാര്യം, ഈ BJP ഈ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാന BJP പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവിടെ വന്ന് ഇടപെട്ടിട്ട് ഈ 22 പോയി ഇവിടെ തന്ത്രിയുടെ വീട്ടിൽ മാത്രം പോയില്ല, അല്ലെങ്കിൽ തന്ത്രിയിലേക്ക് മാത്രം പോകുന്നില്ല. ഈ 21 ഇടവും കണ്ടെത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ED അല്ല, ഈ SIT ആണ്. പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ 21 ഒരുമിച്ച് പോകാൻ EDക്ക് കയ്യിൽ അതിനുള്ള കോപ്പില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നു, അവിടേക്ക് പോയിരിക്കുന്നു. അപ്പോൾ തന്ത്രിയെ മാത്രം ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ BJP തെറ്റിദ്ധരിക്കും. ഇതിപ്പോൾ BJP നിയന്ത്രിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെ എന്നൊക്കെ വിമർശിക്കാനും വിലയിരുത്താനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, തന്ത്രിയുടെ ഭാര്യ സഹോദരൻ സംസ്ഥാനത്തെ മുതിർന്ന BJP നേതാവാണ്. BJP നേതൃത്വമാണ് തന്ത്രിക്ക് വലിയ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ച് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ പിന്തുണ അവിടെ നിന്നോട്ടെ, പക്ഷേ BJPക്ക് കണ്ടെത്താൻ അവർക്ക് പ്രത്യേക അന്വേഷണ സംഘമൊന്നും ഇല്ലല്ലോ. അതായത് ഈ മട്ടിൽ ഈ കേസിൽ കുടുങ്ങേണ്ടയാളാണോ തന്ത്രി, അല്ലെങ്കിൽ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പ്രത്യേക സംവിധാനം BJPക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് അവർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ നീക്കത്തെ വിമർശന ബുദ്ധിയോടെ കാണണം. അല്ലെങ്കിൽ ഇത് BJP ഏർപ്പെടുത്തിയതാണെന്ന് വല്ലതൊക്കെ ആളുകൾ വിമർശിക്കും. അതുമാത്രമല്ല, ഈ സാർഷൻ ഇപ്പോൾ പറഞ്ഞ പോലെയാണെങ്കിൽ BJPയെ കുഴപ്പത്തിലാക്കാൻ, ഇലക്ഷൻ തൊട്ടു മുന്നാണ് നിൽക്കുന്ന BJPയെ കുഴപ്പത്തിലാക്കാൻ BJPയുടെ എതിരാളികൾ ED ഉപയോഗിക്കുകയാണോ, അതുകൊണ്ടാണോ തന്ത്രി ഒഴിവാക്കിയെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്തും സംസ്ഥാന രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ രൂപപ്പെടുമ്പോഴും ED പറന്നിറങ്ങുന്ന പതിവ് ഇക്കുറിയും തെറ്റിയില്ല. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ വൈകിയാണെങ്കിലും EDയും മല കയറുകയാണ്. സ്പോൺസറായി എത്തി അമ്പലം അപ്പാടെ വിഴുങ്ങാൻ നോക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ സന്നിധാനത്തെ സർവാധികാരിയായ തന്ത്രി താഴമൺ കണ്ഠരരെ രാജീവരിൽ വരെ എത്തി നിൽക്കുകയാണ് സ്വർണ്ണക്കൊള്ള കേസ്. പ്രധാന പ്രതികളുടെ വീടുകളിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പരിശോധന നടത്തുന്ന ED തന്ത്രിയുടെ വീട് മാത്രം ഒഴിവാക്കിയത് അത്ര നിഷ്കളങ്കമായും കാണാനാകില്ല. EDയുടെ നോട്ടം രാഷ്ട്രീയ നേതൃത്വത്തിലേക്കാണോ എന്ന് സംശയിക്കുന്നവരും നിരവധിയാണ്. SIT അന്വേഷണവും വൻ മീനുകളിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ ഇടപാടുകളിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയതോടെ UDF ശബരിമല വിഷയത്തിൽ ഇത്തിരി പിന്നോട്ട് ചവിട്ടിത്തിൽപ്പാണ്. മാറിമറിയുമോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ മാനങ്ങൾ? അപ്രതീക്ഷിതത്വങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമോ?